ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് അപ്പടോ എപ്പടോ ഇപ്പടാ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന നിഖിൽ സിദ്ധാർത്ഥ, രുക്മിണി വസന്ത്, ദിവ്യാൻഷ കൗശിക്, പിന്നെ നമ്മുടെ തെലുങ്കന്മാരുടെ അജയ്, പിന്നെ ജോൺ വിജയ്, പിന്നെ തെലുങ്ക് കോമഡിയനായിട്ടുള്ള സത്യ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് സുധീർ വർമ്മയാണ്. മീൻസ് ഇതൊക്കെയായിരുന്നു രാവണാസുര, സാഗരി ഡാഗിനി, ദോച്ചായ് എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത സുധീർ വർമ്മയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന SVCC ആണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കണ ഭേദം. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നവീൻ നുലിയാണ്. മ്യൂസിക് ബൈ കാർത്തിക് ആൻഡ് നോട്ട് നമ്മുടെ സൂര്യയുടെ അനിയൻ കാർത്തിക് അല്ല, ഇത് വേറെ കാർത്തിക്. ഇത് ഏതാണെന്ന് എനിക്ക് അറിയണം. കാരണം എങ്കിൽ ഇത് വേറെ ഏതെങ്കിലും പടത്തിന് മ്യൂസിക് ഡയറക്റ്റിങ് ചെയ്തിട്ടുണ്ടോയെന്ന് പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ സണ്ണി MR. ഇതൊക്കെ ഏത് വിളയിട്ട്. പിന്നെ സ്റ്റണ്ട് ചെയ്തിരിക്കണ വെങ്കട്ട് എന്ന് പറഞ്ഞ ഒരാട്. അതാരാന്ന് പോലും എനിക്ക് അറിയണോ. വിട്ടേക്കാൻ തൽക്കാലത്തേക്ക്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ തുടർച്ചയായ 3ാമത്തെ പടമാണ് ഞാൻ ഉളപ്പടം കണ്ടത്. എടേ സുധീർ വർമ്മ, നിങ്ങൾക്ക് എന്തൊരു പറ്റിയത്? എടേ ഇമ്മാതിരി ഒരു വൃത്തികെട്ട പടം ഞാൻ അങ്ങേര് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അമ്മാതിരി കോമഡി സാധനം ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഒരു കാര്യമില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കഥ ഒരു സൈഡ് ഇങ്ങനെ പോണ്, സ്ക്രീൻ പ്ലേ വേറൊരു സൈഡ് ഇങ്ങനെ പോണ്, ഏതോ വഴി പോണ്, ആക്ടിങ് വേറെ വഴി പോണ്, മ്യൂസിക് വേറെ വഴി പോണ്, BGM വേറെ വഴി പോണ്. എല്ലാം വേറെ വേറെ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റണ്ടൊക്കെ കട്ട കോമഡിയാണ്. എന്താ പൊന്നാ, ചിരിച്ച് പണ്ടാറടങ്ങും. ആമസോണിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കടേ. ആമസോൺ പ്രൈം ഇംഗ്ലീഷ്. ഇങ്ങനെ കണ്ട് തീർത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 1 മണിക്കൂർ 59 മിനിറ്റ് എന്തോ ഉണ്ട് ഈ സിനിമ. കാണണം ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ തെലുങ്കാണ് കണ്ടത്. എനിക്ക് മനസ്സിലാവുകയും ചെയ്തു സംഭവം. പടത്തിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കട്ട കോമഡിയാണ്. ഭാര്യ ഇതാകെ ഒരു കാര്യമില്ലാത്ത സ്റ്റോറി ആയിപ്പോയി. അയ്യോ, ഈ പടം കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഈ പടം ഒരു അൾട്ടിമേറ്റ് സ്പോയിലറാണ്. അത് ഒരു പോസിറ്റീവ് ഈ പടത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ജോൺ വിജയൊക്കെ വില്ലൻ എന്ന് ജോൺ വിജയ് അജയും വില്ലൻ എന്ന് പറഞ്ഞിട്ട് എന്തിനൊക്കെയോ കാണിക്കേണ്ടത്. ഒരു കാര്യമില്ല. അമ്മാതിരി വൃത്തികേടാണ് കാണിക്കണത്. അമ്മമാര് ഭ്രാന്തെന്ന് പറഞ്ഞാൽ 100% ബ്ലഡ് പ്രഷർ കയറിയാൽ എന്തിരിക്കുക. നമ്മൾക്കൊക്കെ ഹൈപ്പർ ടെൻഷൻ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അതേപോലെ ഉണ്ട് ഈ പടത്തിലെ ആൾക്കാരുടെ ആക്ടിങ്. അതേപോലെ സത്യമാണോ? ഈ പടം കാണണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ അടുപ്പുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണാം എന്ന് മാത്രമേ ഞാൻ തൽക്കാലത്തേക്ക് പറയണുള്ളൂ. സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിക്കുക, അത്രേ ഞാൻ പറയണുള്ളൂ. അപ്പോൾ എനിക്ക് എത്ര പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ.